ഇന്ന് നടന്ന ഒരു മീറ്റിംഗിനിടയ്ക്ക് ഋഷിയും ജിൻഡോയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. കാര്യം ഏത് സമയത്തും എല്ലാവരും പറയുന്ന ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുകയാണ് ജിൻഡോ എന്നുള്ളതാണ് പറയുന്നത്. ജിൻഡോ എന്ന ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതും. ജിൻഡോയെ നോക്കുവാണെങ്കിൽ അതുപോലെ അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല താനും. അപ്പൊ ഇന്നത് പറഞ്ഞപ്പോ ജിൻഡോ പറഞ്ഞു, എപ്പോഴും എന്നെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്നെന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെയാണെന്ന് വരും ഞാൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ഒരു ദിവസം ആയാലും അഭിഷേകും ഞാനുമായിട്ട് ഒരു മൽപ്പിടുത്തം ഉണ്ടായി ഗെയിമിന്റെ ഭാഗമായിട്ട്. അതും അപ്പൊ ഫിസിക്കൽ അറ്റാക്ക് ആണോ? അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൈ കൊടുത്ത് ഞങ്ങൾ പിരിഞ്ഞു. ഇതൊരു ഫിസിക്കൽ അറ്റാക്ക് ആണോ എന്ന് ചോദിച്ചു. ഉടനെ ഋഷി അത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവിടെ അഭിഷേകിന്റെ വാക്ക് പറഞ്ഞു. ഇയാളെ പറഞ്ഞപ്പോ അഭിഷേകിന്റെ വാക്ക് എന്തിനാ പറഞ്ഞേ എന്നുള്ളതാണ് അവിടെ പ്രശ്നം ഉണ്ടായി. ഭയങ്കര ബഹളമായി. അപ്പൊ ജിൻഡോ പറഞ്ഞു, ഋഷി നീ എന്താ പറഞ്ഞേ? നീ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതല്ലേ, നീ ഇത്രയും ചൂടാകുന്ന എന്തിന്? ഓ ഋഷി ഭയങ്കര ബഹളം, ആരെയും പേടിപ്പിക്കേണ്ടെന്നോ, ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളം അങ്ങ് നടത്തി. ഒടുവില്ല അവിടെ സായി വന്ന് പറയേണ്ടതായിട്ട് വന്നു. മിണ്ടായിരിക്കും, ഇവിടെ മീറ്റിംഗ് നടക്കാൻ പോവാൻ മിണ്ടായിരിക്കും എന്ന് പറയേണ്ടതായിട്ട് വന്ന് ഇവരെ ഒന്ന് പിരിച്ചുവിടാന്. പിന്നീട് അത് ഋഷിക്ക് ഒരു കുറ്റബോധം തോന്നി. ഋഷി വന്ന് ജിൻഡോയെ കെട്ടിപ്പിടിക്കുകയും സോറി പറയുകയും ഭയങ്കര ബഹളം. കാര്യം ഈ ഋഷി എന്ന് പറഞ്ഞാൽ എന്തോലും കാണുന്നുണ്ട് എടുത്തു ചാടി പറയുന്ന ഒരു പ്രകൃതമാണ്. എന്തായതൊന്നും ചിന്തിക്കത്തില്ല, ആ ഒരു രീതിയാണ്. പിന്നാണ് ചിന്തിക്കുന്നത് തെറ്റായിപ്പോയല്ലോ എന്ന്. അപ്പം പിന്നെ വന്ന് സോറി പറയുന്നു. അങ്ങനെ ഒരു രംഗമാണ് കണ്ടത്. നമുക്കറിയാം എപ്പോഴും ജിൻഡോയുടെ മേലിലാണ്. ജിൻഡോ ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് ഇവിടെ ഇപ്പം ഹൻസിബയൊക്കെ ഉള്ളു ഒരു താങ്ങായിട്ട് നിൽക്കുന്നത്.